हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് 16 ഓഗസ്റ്റ് 2025 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹുദയുടെ സമയമാണ്. ഖാദിയാൻ ധാരണമാൽ നിന്നുകൊണ്ട് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹുദയുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. 4 എപ്പിസോഡാണ് ഉള്ള ഒരു സീരീസാണിത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീരീസിലെ 4ാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡാണ്. ഈ പൂർണ്ണ സീരീസിൽ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹുയുടെ ഗ്രന്ഥം ഇർഫാനെ ഇലാഹി എന്നുള്ള ഗ്രന്ഥം, അതിനെ സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുക. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഈ പരിപാടി ലൈവ് ആയതോടുകൂടി തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ ചോദ്യങ്ങളുമായി ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിൻ്റെ മുഖാന്തരം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം, ഫാക്സ് മെസ്സേജ് മുഖാന്തരം, ഇമെയിൽ മുഖാന്തരവും നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാരുടെ പാനൽ ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. മൗലാന കൗസർ സാഹിബ്, അതാൽ മുജീബ് ലോൺ സാഹിബ്, ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രേക്ഷകരെ, ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗ്രന്ഥം ഇർഫാനെ ഇലാഹി അള്ളാഹുവിൻ്റെ മാരിഫത്ത് കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ആത്മീയ ഖജനാവാണ്. ഈ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നു, വെറും ബാഹ്യമായിട്ടുള്ള ആരാധനകൾ, ബാഹ്യമായിട്ടുള്ള അറിവ് അത് അള്ളാഹുവിനെ കരസ്ഥമാക്കാൻ സാധ്യമാവുന്നതല്ല. അതുകൊണ്ട് പക്ഷേ ഒരു ആന്തരികമായിട്ടുള്ളൊരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കണം. സത്യസന്ധതയും എളിമയും ദുആയും വേണം. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു വിശ്വാസത്തെ, ഈമാനെ, അത് വെറും വിശ്വാസമായിട്ട് അതിനെ ഒതുക്കിയില്ല, പക്ഷേ അതിനൊരു ജീവനുള്ള ഒരു സത്യമായിട്ട് പ്രകടമാക്കി കാണിച്ചു തരികയുണ്ടായി. മനുഷ്യൻ്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കുന്നു. പ്രേക്ഷകരെ, ഈയൊരു മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കുക. അതിനെപ്പറ്റിയായിരിക്കും ഇവിടെ ചർച്ച ചെയ്യുക. നമ്മൾ എങ്ങനെ അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താമെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഞാൻ മൗലാന ഹമീദ് കൗസർ സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തുൻ നസുഹ, അതായത് അല്ലയോ ജനങ്ങളെ, വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പരിപൂർണമായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള തോബ ചെയ്യുക. ചോദ്യം ഇതാണ്, ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തോബയ്ക്ക് വേണ്ടിയിട്ട് 7 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അതെന്തൊക്കെയാണ്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ അലൈഹി ഇസ്ലാം 1891 വെളിപ്പെടുത്തുകയുണ്ടായി.
അള്ളാഹു എന്നെ മസീമോദും മെഹദിയുമോദാക്കി അയച്ചിരിക്കുന്നു പറയുകയുണ്ടായി. അവിടുന്ന് തൻ്റെ വരവിൻ്റെ ചില ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ജോലി അതിതാണ്, അള്ളാഹുവിലും ഇടയിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഇടയിലുമുള്ള ആ ദൂരം, ഉണ്ടായിരിക്കുന്ന ഒരു ദൂരം, അതിനെ കുറക്കുകയും അള്ളാഹുമായിട്ടുള്ള മുഹബ്ബത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ബന്ധം നിലനാട്ടുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുന്നത്. അതായത് അവിടുന്ന് പറയുന്നു, ആ ഒരു ദൂരം അതില്ലാതാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം അവർ ദൈവനിഷേധികളായിരുന്നു. ആരൊക്കെയാണ് മുസ്ലിങ്ങൾ തങ്ങളെ പറയുന്നത്? അവരും അള്ളാഹുവിൽ നിന്ന് വളരെയധികം ദൂരെയായിരുന്നു. ഖബറുകളുടെയും പീറുമാരുടെയും മുകളിൽ കുമ്പിടുന്ന ജനങ്ങളായിരുന്നു. അങ്ങനെയുള്ള രീതിയായിരുന്നു മറ്റുള്ളവരുടേതും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പരിശ്രമം മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അത് വലിയൊരു ജോലിയാണ്. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുലഫാക്കൾക്ക് ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ഖുലഫാക്കളും ആ മഹത്തായ ജോലി, ആ മഹത്തായിട്ടുള്ള ജനങ്ങളായിരുന്നു. അവർ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം 23 മാർച്ച് 1889 ജമാഅത്തിനെ സ്ഥാപിക്കുകയുണ്ടായി. അതുമുതൽ ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന്, പക്ഷെ കോടിക്കണക്കിനെന്ന് പറഞ്ഞാലും കുറവാണ്, അത്രക്ക് ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് പരിപൂർണമായിട്ടും ബന്ധം നഷ്ടപ്പെട്ടിട്ടുള്ള ജനങ്ങളെ അവരെ വീണ്ടും അള്ളാഹുവിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അള്ളാഹു അവരെ കേൾക്കാൻ തുടങ്ങി, അവരുടെ ദുആകളെ സ്വീകരിക്കാൻ തുടങ്ങി. ലോകം ഈ ഒരു കാര്യത്തെ കാണുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ പല രീതിയിൽ പരിശ്രമിക്കുകയുണ്ടായി. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ അവിടുന്ന് 80-ൽ പരം ഗ്രന്ഥങ്ങൾ, പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ കത്തുകൾ, അതിലെല്ലാത്തിലും ഈ കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഖുലഫാക്കളും അവരുടെ കാലഘട്ടത്തിൽ ഇതേ പരിശ്രമമാണ് അവർ ചെയ്തത്. ഈ ഒരു പരിശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പല പ്രസംഗങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രസംഗം ഇർഫാൻ ഇലാഹിയാണ്. ഇർഫാൻ ഇലാഹി അല്ലെങ്കിൽ അള്ളാഹുവിനെ തിരിച്ചറിയുക, എന്തിനാണ് പറയുന്നത്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചലിക്കുമ്പോൾ അവന് അള്ളാഹുവിൻ്റെ ചില ഗുണങ്ങളെപ്പറ്റി അറിയാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് അള്ളാഹ് റബ്ബുൽ ആലമീൻ, അർ റഹ്മാൻ കാരുണ്യവാൻ, റഹീം, ഇത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഗഫൂർ, പൊറുക്കുന്നവനെന്നുള്ള ഗുണങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളാൽ അള്ളാഹുവിലേക്ക് പോവുക എന്നുള്ളതിനെയാണ് ഇർഫാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതിനെ പറയുന്നതിനാണ് ഇർഫാൻ. ഈ ഗുണങ്ങളെ മുഖാന്തരം അള്ളാഹുവിലേക്ക് എത്തുന്നതിനെയാണ് ഇർഫാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്ത്, ഇതിന് തവ്വാബ് എന്നുള്ള സിഫത്ത്, വളരെയധികം തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തൗബ സ്വീകരിക്കുകയും വീണ്ടും വീണ്ടും കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം നൽകുകയുണ്ടായി. ഒരു മനുഷ്യൻ ഒട്ടകത്തിൻ്റെ മുകളിൽ അവൻ്റെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ഒട്ടകം പോവുകയുണ്ടായി. അവൻ അന്വേഷിച്ചു, പക്ഷേ ആ ഒട്ടകത്തിനെ കിട്ടിയില്ല. തിരിച്ചു വന്നുകൊണ്ട് കാണുകയുണ്ടായി, ആ ഒട്ടകം അവനെ കിട്ടുകയുണ്ടായി. ആ മനുഷ്യന് എത്ര അധികം അവന് സന്തോഷമുണ്ടാകുമോ അതിലധികം അള്ളാഹുവിന് അവൻ്റെ അടിമ തൗബ ചെയ്തുകൊണ്ട് അവനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവനുണ്ടാകും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹും അവനിലേക്ക് വളരെയധികം കരുണ ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഇവിടെ തൗബ അല്ലെങ്കിൽ തവ്വാബ് എന്നതിൻ്റെ എന്തർത്ഥം?
തോബ അസ്തഗ്ഫാർ എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഉപകാരമില്ല. തോബ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് തോബ ചെയ്യണം. അതാണ് യഥാർത്ഥ തോബ. സയ്യിദന ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, അതിനു മുന്നേ ഹദരത്ത് മുസ്ലിം മൗഊദ് അലൈഹിസ്സലാം തൻ്റെ തഫ്സീറിൽ തോബയുടെ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. 5 മാർഗ്ഗങ്ങൾ മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അതിനെ 7 വിഭജിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഈ 7 മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു എന്താണ് തോബ എന്ന്. അത് ചെയ്താൽ മാത്രമേ, അതിലൂടെ പരിശ്രമിച്ചാൽ മാത്രമേ യഥാർത്ഥ ഉപയോഗിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒന്നാമത്തെ നിബന്ധന ഇതാണ് തോബയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. മുൻകഴിഞ്ഞുള്ള തിന്മകൾക്ക് പശ്ചാത്താപം ഉണ്ടാകണം. എത്രത്തോളം അവന് പശ്ചാത്താപം ഉണ്ടാവണമെന്നാൽ അവൻ ഉരുകിപ്പോകണം. അവൻ ചെയ്ത ആ ഒരു കുറ്റങ്ങൾ, തിന്മകൾ. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന ഇതാണ്. അതിനെ സംബന്ധിച്ച് അവന് കുറ്റബോധമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഏത് നിർബന്ധ കാര്യങ്ങളാണോ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് നമസ്കരിക്കുന്നില്ല, അപ്പോൾ മുൻകഴിഞ്ഞ നമസ്കാരങ്ങളെല്ലാം നമസ്കരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഏത് ദിവസമാണോ തൗബ ചെയ്തിരിക്കുന്നത്, അന്ന് അവൻ പറയുക, ഞാൻ മുൻകഴിഞ്ഞ വർഷങ്ങൾ നമസ്കരിച്ചിട്ടില്ല, എനിക്ക് കുറ്റബോധമുണ്ട്, എനിക്ക് ഒരിക്കലും ഇനി നമസ്കാരം ഉപേക്ഷിക്കുകയില്ല എന്ന്. ഈ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സക്കാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിബന്ധന എടുക്കുക. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഹജ്ജ് ചെയ്യുക. അപ്പോൾ എന്ത് നിർബന്ധ കടമകളാണോ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്, കുറ്റബോധമുണ്ടാക്കുകയും അത് കഴിയുന്നതാണെങ്കിൽ അതിനെ വീട്ടാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് തിന്മകളെ അതിനെ വീട്ടുക. അത് ഉദാഹരണത്തിന് ആരെങ്കിലും എന്തെങ്കിലും കാര്യം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് തിരിച്ചു നൽകുക. ഇത് മൂന്നാമത്തെ ഘടകമാണ്. നാലാമത്തത് കാര്യം, ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനോട് പോയിട്ട് മാപ്പ് അപേക്ഷിക്കുക. ആറാമത്തെ കാര്യം ഇതാണ്, ഇനി തിന്മ ചെയ്യില്ല എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു നിബന്ധന എടുക്കുക. തോബ നൊസു എന്നുള്ളതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇനി അവൻ തിന്മ ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുക്കണം അവൻ. പിന്നെ അടുത്ത കാര്യം ഇതാണ്, തിന്മയെ സംബന്ധിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. യായുലദിനാമനു കൂനു ഇലല്ലാഹി തോബത്തുൻ നസുഹ എന്നുള്ളാഹു പറയുന്നു. ഇതിൻ്റെ അർത്ഥമെന്നുള്ളത് കഠിനമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. ഇനി ആ തിന്മയിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന്. മനുഷ്യൻ ദുർബലനാണ്, തോബ ചെയ്യുന്നു, പക്ഷെ അതിന് ശേഷം വീണ്ടും ശൈത്താൻ അവനെ വഴി തെറ്റിച്ചു കളയുന്നു. അങ്ങനെ പലപ്പോഴും ഈ മുസീബത്തിലേക്ക് വീണ്ടും അവൻ വരുന്നു. തോബ ചെയ്തുകൊണ്ട് നല്ല മാർഗത്തിൽ കുറച്ച് നടക്കുന്നു, വീണ്ടും ശൈത്താൻ അവനെ വഴികേടിലാക്കുന്നു. അതിന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനുള്ള മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് മനുഷ്യന് അള്ളാഹുവിലേക്ക് തിരിയേണ്ടതാണ്, അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്യേണ്ടതാണ്. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. ശൈത്താൻ എന്നെ വഴികേടിലാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ശൈത്താൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തഫ്സീർ കബീർ സൂറ ആദിയാത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ഒരു സംഭവം വിവരിക്കുക വളരെ അനിവാര്യമാണ്. അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുൻകഴിഞ്ഞ കാലഘട്ട ഒരു സൂഫി ഉണ്ടായിരുന്നു. 1-2 ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയുണ്ടായി പഠിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പഠിപ്പിച്ചതിന് ശേഷം അവരുടെ നാട്ടിലേക്ക് പോവുകയുണ്ടായി. ആ സൂഫി പണ്ഡിതൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ തസവ്വുഫ്
അതായത് അള്ളാഹുവിനെ പറ്റിയിട്ടെല്ലാം പഠിച്ചോ? അള്ളാഹുവിനിലേക്കുള്ള മാർഗം നിങ്ങൾ പഠിച്ചോ? നിങ്ങളുടെ സ്ഥലത്തുള്ള അദ്ദേഹം ചോദിക്കേണ്ടായി നിങ്ങളുടെ സ്ഥലങ്ങൾ ഷൈത്താനുണ്ടോ എന്ന്. അപ്പോൾ ശിഷ്യന്മാർ പറയേണ്ട എല്ലായിടത്തും ഷൈത്താനുണ്ടെന്ന്. നിങ്ങളെല്ലാം ഈ തസവുഫ് പഠിച്ചിരിക്കുന്നു. ഷൈത്താൻ നിങ്ങളെ വീണ്ടും വഴികളിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണെന്ന്. അവർ പറയുകയുണ്ടായി, ഞങ്ങൾ നേരിടുന്നതാണ്, വീണ്ടും നേരിടുന്നതാണ്, വീണ്ടും വഴികേടിലാക്കേണ്ടി വീണ്ടും നേരിടുന്നതാണ്. ഇങ്ങനെ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്തുകയില്ല അള്ളാഹുവിലേക്ക്. ആ സൂഫി പറയുകയുണ്ടായി, മറ്റൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങൾ ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അയാളുടെ വീട്ടിന് മുന്നിൽ ഒരു പട്ടിയുണ്ട് എന്ന് നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പട്ടി കുരക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾ കല്ലെറിയുന്നതാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ വടി കൊണ്ട് എറിയും. വീണ്ടും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യും? അപ്പം അപ്പോൾ ചോദിക്കുക, നിങ്ങളിങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിലെത്താൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. അപ്പോൾ ആ ശിഷ്യൻ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒച്ച വെച്ച് വിളിക്കുന്നതാണ്. അല്ലയോ എൻ്റെ സുഹൃത്ത്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്, ഈ പട്ടി എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് അതിനെ തടുക്കുന്നതാണ്, ആ പട്ടിനെ. അപ്പോൾ ആ ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി, ഇത് മാത്രമാണ് ഒരു പരിഹാരം. ശൈത്താൻ ഒരു പട്ടിയാണ്, അള്ളാഹുവിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന പട്ടിയാണ്. ഇത് അള്ളാഹുവിൻ്റെ പട്ടി തന്നെയാണ്. അവൻ തന്നെയാണ് ഇതിനെ ഖിയാമത്ത് വരെ ഇതിനെ അഴിച്ചുവിട്ടിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക. അള്ളാഹുവേ, നിൻ്റെ വഴിയിൽ നിൽക്കുന്ന ഈ ഒരു പട്ടി നിന്നിലേക്ക് വരാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഇന്നത്തെ ഈ ലോകം തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ലോകം, എല്ലാ സ്ഥലങ്ങളിലും തിന്മ നിറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇത് തന്നെയാണ്. അള്ളാഹുവിനോട് ചോദിക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എപ്പോഴും നേരായിട്ടുള്ള മാർഗത്തിൽ ഞങ്ങൾ നിലനിർത്തണമെന്ന് ദുആ ചെയ്യുക. ഈ ഒരു തോബ അത് ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന തോബയായിരിക്കണം ദുആ ചെയ്യുക. അതിനുശേഷം ഒരിക്കലും വഴികേടില്ല ഞങ്ങളാക്കരുത് എന്ന് ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള ശക്തമായിട്ടുള്ള തീരുമാനം അവനെടുക്കുകയാകുമ്പോൾ അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. അവനെ അവൻ്റെ ഇഷ്ടത്തിൻ്റെ മാർഗത്തിൽ അവനെ ചലിപ്പിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ജസാക്കുമുല്ലാ വാസുൽ ജസാ. പല ചോദ്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിൽ നിന്നൊരു ചോദ്യം ഈ പ്രോഗ്രാമിൽ അതിൽ ചേർക്കുകയാണ്. അമത്ത് ഷുക്കൂർ സാഹിബ് ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: ഈ കാലഘട്ടത്തിലെ വളരെ തിരക്കേറിയ ലോകത്ത് പല രീതിയിൽ പരിശ്രമിച്ചിട്ടും നമസ്കാരത്തിൽ ശ്രദ്ധ അത് കേന്ദ്രീകരിക്കാൻ സാധ്യമാവുന്നില്ല. ഏത് രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കണോ ആ രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ സാധ്യമാകുന്നില്ല. അള്ളാഹുവിൻ്റെ ആ ഒരു സിക്കർ ചെയ്യുക വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? അതാൽ മുജീബ് ലോൺ സാഹിബിനോട് ഞാൻ ഉത്തരം നൽകാൻ ആഗ്രഹിക്കുകയാണ്, ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമത്തു ഷുക്കൂർ സാഹിബയുടെ ഈ ചോദ്യമാണ്, ഈ കാലഘട്ടത്തിൽ ഈ തിരക്കേറിയ ലോകത്ത് ഇബാദത്ത് ആരാധന ചെയ്യുക എന്നുള്ളത്, ആരാധന നിലനിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് സംബന്ധമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, ഹാഫിസു അലസ്സലവാത്തി വസ്സലാത്തുൽ വുസ്ത. നമസ്കാരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുക, പ്രത്യേകിച്ച് ആ നമസ്കാരത്തെ സംരക്ഷിക്കുക. സലാത്തെ വുസ്തയാണോ, ഇടയിൽ വരുന്ന ആ ഒരു നമസ്കാരത്തെ പറയപ്പെടുന്നത്. ഇതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് പല മുഫസ്സിരീങ്ങൾ. അത് അസറിൻ്റെ നമസ്കാരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നത് ഇതിൻ്റെ വിശദീകരണം, വുസ്ത എന്നുള്ളതിൻ്റെ അർത്ഥം ആ നമസ്കാരമാണ്. തിരക്കിൻ്റെ ഇടയിൽ വരുന്ന നമസ്കാരങ്ങളെ നമാസ് വുസ്ത എന്ന് പറയുന്നത്. ജോലി തിരക്കുകളുടെ ഇടയിൽ വരുന്ന നമസ്കാരമാണ് നമാസ് വുസ്ത. നമ്മുടെ ഈ ഒരു സഹോദരി അവരുടെ ചോദ്യത്തിൻ്റെ അതും ബന്ധവും ഈ ഒരായത്തുമായിട്ട്, കർമ്മത്തിൻ്റെ അതിൻ്റെ ഫലം അത് കൂടുതൽ അല്ലാഹു നൽകുന്നു. എപ്പോഴാണോ ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുപാട്
ആ ഒരു സൽക്കർമ്മം ചെയ്യുന്നത് അവന് ബുദ്ധിമുട്ടുള്ളൊരു അവസരത്തിലാണെങ്കിൽ അവൻ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കൂടുതൽ അവന് പ്രതിഫലം നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ തിരക്കുകളുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തിരക്കിൻ്റെ കാലഘട്ടത്തിൽ നമസ്കാരം സ്ഥിരമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കത്ത് വലിയൊരു അനുഗ്രഹമുള്ള ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹു തൻ്റെ ഇർഫാന് ദൈവ സായുജ്യം അവന് നൽകുന്നു. ഞാൻ എൻ്റെ ഈ സഹോദരിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തിരക്കുകൾ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ തിരക്കുകളുടെ അർത്ഥം ഇതല്ല നമ്മൾ നമസ്കാരം ഒഴിവാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമസ്കാരം ഉപേക്ഷിച്ചാൽ ഒരിക്കലും ഇർഫാനയിലായി ലഭ്യമാവുകയില്ല. അതുപോലെ മുസ്ലിം തലനു പറയുകയുണ്ടായി, ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, നമസ്കാരത്തിൽ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല എന്ന് ഒരാൾ പറയുകയുണ്ടായി. ഹുസൂർ അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, മുസ്ലിം ഇസ്ലാം, നിങ്ങൾ കരയുന്നത് പോലെയുള്ള മുഖമുണ്ടാക്കുക, കരച്ചിൽ വരുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കുക. അങ്ങനെ നിങ്ങൾ മെല്ലെ മെല്ലെ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുന്നതാണ്. യഥാർത്ഥ രീതിയിൽ കരയാൻ വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുന്നതാണ്. ദുആക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിൽ വേണ്ടിയിട്ടുള്ള ആ ഒരു വേദന അത് അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, കർമ്മം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ആ ഒരു പരിശ്രമം അത് ഉപേക്ഷിക്കാൻ പാടില്ല. ആ പരിശ്രമങ്ങളുടെ ഫലമായിക്കൊണ്ട് തന്നെയാണ്, ദുആയുടെ ഫലമായിക്കൊണ്ട് തന്നെയാണ് നമസ്കാരം സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ തന്നെയാണ് അള്ളാഹുവിനെ ലഭ്യമാവുക. മറ്റൊരു മാർഗവുമില്ല. എൻ്റെ സഹോദരി അവർ ചോദിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊരു മാർഗമുണ്ടോയെന്നാണെങ്കിൽ മറ്റൊരു മാർഗവുമില്ല, ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ആ തടസ്സങ്ങളെ നാം മാറ്റാൻ അള്ളാഹുവിനോട് നാം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും തടസ്സങ്ങൾ മാറ്റി തന്നതാണ്. മുസ്ലിം ഇസ്ലാം തൻ്റെ ഒരു ഫാർസി കലാമിൽ പറയുന്നു, മനുഷ്യൻ്റെ കൈകൾ അത് അവൻ്റെ പ്രവൃത്തിയിലാണെങ്കിൽ, അവൻ പ്രവർത്തിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം, അവൻ്റെ പ്രവൃത്തിയിലാണെങ്കിലും അവൻ്റെ ഹൃദയം അള്ളാഹുവിലായിരിക്കണമെന്ന് പറയുന്നു. അതായത് മനുഷ്യൻ്റെ ഭൗതിക ജോലികൾ ചെയ്യുമ്പോഴും അള്ളാഹുവിലായിരിക്കണം അവൻ്റെ ഹൃദയമെന്ന് മുസ്ലിം ഇസ്ലാം പറയുന്നുണ്ട്. ആരാധനകളെ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഖലീഫത്തുൽ മസീഹ് അയ്യദുല്ലാഹു തആല മജീസ് കൂടുതൽ തിരക്കുള്ള വേറെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എത്ര അധികം തിരക്ക് ഹദ്റത്ത് ഖലീഫത്തുൽ മസീനുണ്ടോ അത്ര അധികം മറ്റൊരാൾക്കും തിരക്കില്ല. നമുക്ക് നമ്മുടെ ഇമാമിൻ്റെ മാതൃക നമുക്ക് നോക്കണ്ടേ? എത്ര അധികം ഹുസൂർ സ്ഥിരമായിട്ടുമുണ്ട്, ഇബാദത്ത് ചെയ്യുന്നു, ആരാധന ചെയ്യുന്നു, ദുആകൾ ചെയ്യുന്നു, മുഴുവൻ ജമാഅത്തിന് വേണ്ടി ചെയ്യുന്നു, നമ്മളിൽ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നാം ഒരു ഒഴിവുകിഴവ് അതിൽ നിന്ന് പറയുക, നമ്മൾ തിരക്കുണ്ട് എന്ന് പറയുന്നത് അത് ശരിയായ കാര്യമല്ല. ഈ കാലഘട്ടത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് സാധ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. ആരാധന തുറന്നുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് ലഭിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ് വഹസനുൽ ജസാ. പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ വരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസ്സമാൻ സാഹിബ് ടെലിഫോണുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ അദ്ദേഹത്തിന് ചോദ്യം കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫുസ്സമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇർഫാൻ ഇലാഹി എന്നുള്ള ഗ്രന്ഥത്തിൽ തിന്മകളുടെ പല വിധത്തിലുള്ള തരങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പലതരത്തിലുള്ള തരങ്ങൾ, അതായത് തിന്മകളുടെ, അതെന്തൊക്കെയാണ്? ഞാൻ ഹമീദ് ഖോസാബിനോട് ആഗ്രഹിക്കുന്നു ഉത്തരം. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തിന്മകളെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മൾ ഉറുദുവിൽ ഗുന എന്ന് പറയുമ്പോൾ, തിന്മ എന്ന് പറയുമ്പോൾ, അറബിക്കിൽ മറ്റ് വാക്കുകളാണത്. ഉദാഹരണത്തിന് ഇസ്ം എന്നാണ് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് ആസാം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. സംബ് എന്ന് പറയുന്നു. മിൻ കുല്ലി സംബിൻ
അസ്താഫിറുല്ലാഹി റബ്ബി മിൻ കുല്ലി സംബിൻ എന്ന് പറയുന്നു. വാത്തൂബു ഇലൈഹി, സംബിൻ്റെ അർത്ഥവും തിന്മയാണ്. അതല്ല സയ്യ എന്നുണ്ട്, സയ്യ ആത്താണ് ഇതിൻ്റെ ബഹുവചനം. മുൻകർ എന്ന് പറയുന്നു, ഇതിൻ്റെ ബഹുവചനമാണ് മുൻകറാത്ത്. ഈ എല്ലാ കാര്യങ്ങളും തിന്മകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന അറബി വാക്കുകളാണ്. ഉറുദു എന്നുള്ളത് വളരെ ചുരുക്കമായിട്ടുള്ള വാക്കുകളെ അതിലുള്ളൂ. പക്ഷേ ഈ എല്ലാ കാര്യത്തെയും നമ്മൾ ഗുണ എന്നുള്ള ഒറ്റൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉറുദുവിൽ. പക്ഷേ ഇതിൻ്റെ വിശദീകരണങ്ങൾ പലതാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള എല്ലാ വാക്കിൻ്റെയും. പക്ഷേ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉറുദുവിൽ നാം ഗുന എന്ന് പറയുമ്പോൾ, തിന്മ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഗുനാഹെ വലിയ തിന്മകൾ, ഒന്ന് ചെറിയ തിന്മകൾ. വലിയ തിന്മകൾ എന്നുള്ള അടിസ്ഥാനത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന തിന്മകൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മ, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് വലിയ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മകളെയാണ് അതിന് ശിക്ഷ ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ അപഹരിക്കുന്നു, കള്ളു കുടിക്കുന്നു, അവൻ വ്യഭിചരിക്കുന്നു, ഇതെല്ലാം അള്ളാഹു ഗുനാഹെ കബീറ വലിയ തിന്മകളാക്കി വെച്ചിരിക്കുന്നു. ഇസ്ലാം അതിന് ശിക്ഷ വെച്ചിരിക്കുന്നു. അത് ചെയ്യുന്നവന് അത് ലഭിക്കുന്നു, തിന്മ, ശിക്ഷ. ഇതാണ് ലോകത്തിൻ്റെ നിയമം. പിന്നെയുള്ളത് ചെറിയ തിന്മകൾ. അതെന്താണ്? ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നു, പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല അവൻ ചെയ്യുന്നത്. അവൻ അറിഞ്ഞുകൊണ്ടല്ല അവൻ ചെയ്യുന്നു, പക്ഷെ അവനിൽ നിന്ന് പറ്റിപ്പോകുന്നു. ഇത് ഗുനാഹ സഗീറ എന്ന് പറയും, ചെറിയ തിന്മകളെന്ന് പറയുന്നു. ചില കാര്യങ്ങൾ അവൻ ശീലമായിക്കൊണ്ട് അവൻ ചെയ്യുന്നു, ചില തിന്മകൾ. വിശുദ്ധ ഖുർആനിൽ ഒറ്റൊരു വാക്കിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കും, ഇന്നൽ ഹസനാത്തു, നന്മകൾ അത് തിന്മകളെ അത് നശിപ്പിച്ചു കളയുന്നു. ഹസനാത്ത് എന്നുള്ളത് തിന്മകളെ അത് നശിപ്പിച്ചു കളയുന്നു. അപ്പോൾ ചെറിയ ചെറിയ തിന്മകൾ അത് ഇങ്ങനെയാണ് അതിനെ നശിപ്പിക്കുക. രണ്ട് അതിൻ്റെ ഗണങ്ങളാണുള്ളത്. തുടർന്ന് ഹുസൂർ തിരുമനസ് വളരെ ആഴത്തിലിറങ്ങിക്കൊണ്ട് എല്ലാ തിന്മകളുടെയും മനുഷ്യൻ്റെ പ്രകൃതത്തിൽ എന്ത് ഫലമാണ് അതുണ്ടാക്കുന്നത് ഹുസൂർ തിരുമനസ് പറയുന്നു. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നു, അവനിൽ എന്താണ് ഫലമുണ്ടാക്കുന്നത്? മറ്റൊരുവൻ ഒരു തിന്മ ചെയ്യുമ്പോൾ എന്ത് ഫലമാണ്, എന്ത് പ്രഭാവമാണ് അവനുണ്ടാക്കുന്നത്, എല്ലാം ഹുസൂർ തിരുമനസ് അതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്കൾ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ, വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീർ, സൂറ നസ്റിൻ്റെ തഫ്സീർ ചെയ്തിന്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ തവ്വാബ് മിൻ കുല്ലി സംബ്, അവിടെ ഹുസൂർ അതിൻ്റെ വിശദീകരണമായിട്ട് സംബ്, അതായത് തിന്മയുടെ വിശദീകരണം നൽകിയിരിക്കുന്നു. തിന്മകളുടെ പലതരത്തിലുള്ള ഗണങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അതായത് ക്രൈസ്തവർ അവർ ആക്ഷേപിച്ചിരുന്നു ഇവിടെ അള്ളാഹുവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മ പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, വസ്തഗ്ഫിർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തിന്മയിൽ നിന്ന് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നുവെന്ന് അവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം നൽകിക്കൊണ്ട് തിന്മയുടെ എന്താണ് തിന്മയുടെ പല രീതിയിലുള്ള അതിൻ്റെ ഭാഗങ്ങളും വിശദീകരണവും ഹുസൂർ തിരുമനസ് ഈ ഒരു തഫ്സീർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മൽഫൂസാത്ത് എടുക്കുക, ഹസ്രത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ ഇൻഡെക്സ് എടുത്തുകൊണ്ട് തിന്മകളെപ്പറ്റി ഹുസൂർ തിരുമനസ് ആ ഇൻഡെക്സിൽ എവിടേക്കാണ് ഹസ്രത്ത് മുസ്ലിം മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അതെല്ലാം വായിക്കുമ്പോൾ വളരെയധികം ഉപകാരമുണ്ടാകുന്നതാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അടുത്ത ചോദ്യം മൗലാന ആത്താൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൈൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ. അതായത് നിങ്ങൾ എന്ത് ചിന്തയാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്
അത് നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നാലും അല്ലെങ്കിലും അള്ളാഹു അതിനെ സംബന്ധിച്ച് കണക്കെടുക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഈ ഒരു ആയത്ത് കൊണ്ട് ചിന്തകളുടെ യാഥാർത്ഥ്യത്തെപ്പറ്റി എന്താണ് പറഞ്ഞത്? ജസാക്കുമുല്ലാഹ്. ഇർഫാനെ ഇലാഹിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് സംബന്ധമായിട്ട് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഈ കാര്യത്തെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇർഫാനെ ഇലാഹി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ദൈവിക ഗുണങ്ങൾ തന്നിൽ സംശീകരിക്കുമ്പോഴാണ് അത് ലഭ്യമാവുക. ദൈവിക ഗുണങ്ങൾ അത് സംശീകരിക്കാൻ മനുഷ്യൻ്റെ ഹൃദയം പരിശുദ്ധമാവുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഹുദൂത്ത് ഇബ്നുസ് 2 അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു. വിശദീകരിച്ച് തൗബയെ പറ്റി മൗലാന കോസസായി പറയുകയുണ്ടായി. അവൻ്റെ മുൻകഴിഞ്ഞ തിന്മകളെ കണക്കുകളെ അവൻ പരിശുദ്ധമായി വെക്കുക, ആ തിന്മകൾ അവൻ മായ്ച്ചു കളയുക. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം ഇനിയുള്ള കണക്കുകളും ശുദ്ധമായി വെക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഇതാണ്: മനുഷ്യൻ്റെ ചിന്തകൾ പരിശുദ്ധമായിരിക്കണം. മനുഷ്യൻ്റെ ചിന്തകൾ ഏതുവരെ പരിശുദ്ധമല്ലയോ ഒരിക്കലും അവൻ്റെ പ്രവൃത്തികൾ അത് പരിശുദ്ധമാവുകയില്ല. അവൻ്റെ ചിന്തകൾ അവിശുദ്ധമാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങളും അവിശുദ്ധമായിരിക്കും. ഹുദൂത്ത് ഇബ്നുസ് പറയുന്നു ഇതിനെ സംബന്ധിച്ച്, ചിന്തകളെ സംബന്ധിച്ച് ചിന്ത ഉത്തമമായിരിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം ഇതല്ല. ഒരു വിധത്തിലുള്ള തിന്മപരമായിട്ടുള്ള ചിന്തയും വരാൻ പാടില്ല എന്നല്ല. ചില ചിന്തകൾ ശൈത്താൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നു. ചിന്ത വരുന്നു, പക്ഷേ ആ ഒരു ചിന്തയെ നിലനിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥ തിന്മ. ആ ചിന്തകളെ, തിന്മപരമായിട്ടുള്ള ചിന്തകളെ അതിനെ നിലനിർത്തുകയും പിന്നെ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് തിന്മയാകുന്നത്. ഹുദൂത്ത് ഇബ്നുസ് ഉദാഹരണം നൽകുന്നു. കൈക്കൂലിയെപ്പറ്റി ഒരു വ്യക്തി ചിന്തിക്കുന്നു, ഞാൻ കൈക്കൂലി വാങ്ങുമെന്ന് ചിന്തിക്കുകയാണ്. അവന് കൈക്കൂലി ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവൻ ചിന്തിക്കുകയാണ്, ഞാൻ കൈക്കൂലി വാങ്ങും. അവൻ ഈ ചിന്ത വന്നാൽ തന്നെ അവന് തിന്മ ആവുകയില്ല. അവന് വേണ്ടിയിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് ഇത് വാങ്ങുക, എന്തെല്ലാം മാർഗങ്ങളാണ് എനിക്കുള്ളത്, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് എത്ര അധികം ഞാൻ കൈക്കൂലി വാങ്ങുമെന്നെല്ലാം ചിന്തിക്കുമ്പോഴാണ് അത് തിന്മയായി മാറുന്നത്. അങ്ങനെ കൈക്കൂലി വാങ്ങാൻ തുടങ്ങുമ്പോഴുമാണ് അവന് അത് തിന്മയായി മാറുന്നത്. അങ്ങനെ തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. ഇതിനെ നിലനിർത്തുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ചിന്തകൾ നിലനിർത്തുക എന്നുള്ളത് തിന്മയാണ്. തിന്മപരമായിട്ടുള്ള ചിന്തകൾ വരുന്നതാണ്, അതിനെ ദൂരീകരിക്കേണ്ടതാണ്. ഹുദൂത്ത് ഇബ്നുസ് ഒരു വഴി പറഞ്ഞുതരികയുണ്ടായി. ഒരു മോശമായിട്ടുള്ള ചിന്ത വരുമ്പോൾ നല്ല ഒരു പ്രവൃത്തി ചെയ്യുക. അങ്ങനെ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, നല്ല ചിന്ത ചിന്തിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത അത് നശിച്ചു പോകുന്നതാണ്. അതിനെ ഹൃദയത്തിൽ നിലനിർത്തുമ്പോൾ അവൻ അതിൻ്റെ രണ്ടാമത്തെ പടികളിലേക്ക് അവൻ ചവിട്ടി മുന്നോട്ട് പോകുന്നു. ഹുദൂത്ത് ഇബ്നുസ് പറയുന്നു, ഇത് സംബന്ധമായിട്ട് പറയുന്നു, ചില ആൾക്കാർ ചിന്തിക്കുന്നു, അത് ചിന്തകൾ എന്നുള്ളത് ഒന്നുമല്ല, അതൊന്നും വലിയ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ പറയുന്നു. ഹുദൂത്ത് ഇബ്നുസ് പറയുന്നു, ഇത് ശരിയല്ല. ചിന്ത എന്നുള്ളത് വളരെയധികം, വിശ്വാസം, ചിന്ത എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഹുദൂത്ത് ഇബ്നുസ് അത് ഒരു വിത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി. നിങ്ങൾ വിത്ത് നോക്കുക, വെറും ഒരു പുള്ളിയാണ്. ആർക്കാണ് പറയാൻ സാധ്യമാവുക ആ വിത്തിൽ നിന്ന് വലിയൊരു വൃക്ഷമുണ്ടാകുമെന്നുള്ളത്? നിങ്ങൾ നോക്കുക, ആ ഒരു വിത്ത് അത് ഭൂമിയിൽ വീഴുമ്പോൾ, ഭൂമിയിൽ നിന്ന് അതിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അത് സംശീകരിക്കുമ്പോൾ അത് വലിയൊരു വൃക്ഷമായിത്തീരുന്നു. അപ്പോൾ ചെറിയ ഒരു വിത്തിൽ നിന്ന് വലിയൊരു വൃക്ഷമുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ചിന്തയും വിശ്വാസവും. മനുഷ്യൻ്റെ ആ ഒരു ചിന്ത, ആ വിശ്വാസം, അത് വിത്താണ്. അത് ചീത്ത കർമ്മവും നല്ല കർമ്മവും ദുഷ്കർമ്മവുമായി തീരുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ചിന്ത എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിനെ സംബന്ധിച്ച് അള്ളാഹു കണക്കെടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതിനെ പറ്റിയാണ് വൈൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കുമില്ല. ആ ചിന്തകൾ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, അത് നിങ്ങൾ പ്രകടമാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനെ മറച്ചു വയ്ക്കുകയാണെങ്കിലും അള്ളാഹു അതിനെപ്പറ്റി കണക്കെടുക്കുന്നതാണ്.
അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണെന്നാൽ ഈ ചിന്ത എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലാത്ത കാര്യമല്ല, യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഉദൂത്തുൽ മനസ്സ് ഇതിനെ വീണ്ടും പറയുകയുണ്ടായി, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വെറും ചിന്ത വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പിടിക്കുകയില്ല, അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഒരു തെറ്റായ ചിന്ത വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ ഒരു തിന്മ, ആ ചിന്ത അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പറയുന്നു, നല്ല ചിന്തയാണെങ്കിലും തിന്മയായിട്ടുള്ള ചിന്തയാണെങ്കിലും അത് ആ ഒരു പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാണുള്ളത് ആ ചിന്തയാണ്. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനെ മാറ്റേണ്ടതാണ്. നൂതൻ മനസ്സ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസിനെ പറയുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. ബുഖാരിയിലുള്ള ഹദീസാണ്. അതിൻ്റെ ഉൾച്ചുരുക്കം എങ്ങനെയാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ ഹുദൂർ ഇബ്നു അനസിനോട് അടുത്ത് പോവുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി, ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നു, ഒരു ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ കുറ്റക്കാരാകുമല്ലോ എന്ന്. അവിടുന്ന് പറയും, മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലൻ യഅമലഹ കതബല്ലാഹു ലഹു ഇൻദഹു ഹസനത്തിൻ കാമില. ഏതെങ്കിലും വ്യക്തി നല്ല ചിന്ത അവൻ്റെ ഹൃദയത്തിലുണ്ടാകുകയും അത് ചെയ്യാൻ സാധ്യമാകുകയില്ലെങ്കിൽ അള്ളാഹു അവന് ഒരു നന്മ നൽകുന്നു. ആരെങ്കിലും അഷറസനാത്തിൻ ഇലാ സബഇമിയത്തിൻ സിയഫിൻ ഇലാ സാഫിൻ കസീറ. ഏതെങ്കിലും വ്യക്തി ആ ഒരു നല്ല ചിന്തയെ അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് 10ഉം 100ഉം ഇരട്ടി അള്ളാഹു അതിന് നന്മ നൽകുന്നുവെന്ന്. തുടർന്ന് പറയുന്നു, ഫമൻ ഹമ്മ ബിഹ സിയയ്യതൻ ഫലം യഅമൽ ബിഹ കതബല്ലാഹു ലഹു ഇൻദഹു ഹസനത്തുൻ കാമില. ഏതെങ്കിലും വ്യക്തി മനുഷ്യൻ്റെ ഹൃദയത്തിൽ തെറ്റായ ചിന്ത വരികയാണെങ്കിൽ ആ ഒരു തെറ്റായ ചിന്ത അവൻ അത് കർമ്മപരമായിട്ട് അതിനെ പ്രവർത്തികമാക്കാതിരിക്കുകയാണെങ്കിൽ അവനൊരു നന്മ ലഭിക്കുന്നതാണ്. പിന്നെ പറയുകയുണ്ടായി, ഫൈൻ ഹു അന്ന ഹമ്മ ബിഹ ഫാമിലഹ കതബല്ലാഹു ലഹു സയ്യതൻ വാഹിദത്തൻ. അവൻ തെറ്റായ ചിന്തയുടെ ഫലമായിക്കൊണ്ട് തെറ്റായിട്ടുള്ള കർമ്മം ചെയ്യുകയാണെങ്കിൽ, തിന്മ ചെയ്യുകയാണെങ്കിൽ അവന് ഒരു തിന്മ ലഭിക്കുന്നതാണെന്ന്. ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നു, തെറ്റായിട്ടുള്ള ചിന്ത വന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ തെറ്റായ ചിന്തയുടെ മുകളിൽ അത് പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. അത് മുസ്ലിം ഇസ്ലാമിൻ്റെ ഒരു സംഭവം, ഒരു കഥയായിട്ട് ഹുദൂർ തിരുമേനി പറയുകയുണ്ടായി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിസ്മരിക്കുകയാണ്. ഒരു വ്യക്തി ഒരു തോട്ടത്തിലൂടെ മാങ്ങയുടെ കൊട്ട കൊണ്ടുപോവുകയാണ്. എൻ്റെ മാലിക്ക് പറയുകയുണ്ടായി, നീ എൻ്റെ തോട്ടത്തിൽ നിന്ന് മാങ്ങ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. പറയുകയുണ്ടായി, കാറ്റടിച്ചപ്പോൾ ആ മാങ്ങയെല്ലാം കാറ്റടിച്ചുകൊണ്ട് ആ മാങ്ങയെല്ലാം എൻ്റെ കൊട്ടയിൽ വന്ന് വീണതാണെന്ന് അയാൾ പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ തെറ്റാണ് എന്താണെന്ന് പറയുകയുണ്ടായി. നീ പറഞ്ഞൊക്കെ ശരിയാണ്, കാറ്റടിച്ചു, മാങ്ങ വീണു. അപ്പോൾ ഈ ഒരു കൊട്ട നിൻ്റെ തലയുടെ മുകളിൽ ആരാ വെച്ചത്? ഇത് സ്വന്തം കയറിയിരുന്നതല്ലല്ലോ, ഇത് നീ മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട്, അപ്പോൾ ഇത് അപഹരിക്കുക തിന്മയാണ്. അവൻ്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, അവൻ്റെ ഹൃദയത്തിൽ ഒരു തെറ്റായ ചിന്ത വരിക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ ഒരു ചിന്തയെ അവൻ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും അവനെ ശിക്ഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചിന്തകളെ ഹൃദയത്തിൽ അവനെ നിലനിർത്തുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം അത് ശുദ്ധമാവുകയില്ല, പരിശുദ്ധമായിരിക്കില്ല.
അവനിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. അങ്ങനെ അത് കാരണം അവന് ഇർഫാനിലാഹി ലഭ്യമാവുക സാധ്യമല്ല. ഇതാണ് ഇതിൻ്റെ ഉൾച്ചുരുക്കം. ഒരു പരിശുദ്ധമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. ജസാക്കുമുല്ലാഹു വസ്സൻ ജസാം. വിനീതൻ്റെ അടുത്ത ചോദ്യം ഹമീദ് ഖോസാബിനോടാണ്. സയ്യിദ്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒരു മഹത്തായിട്ടുള്ള ലക്ഷ്യം ഇതാണ്: മനുഷ്യനെ പരിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിൽ മുസ്ലിം റളിയല്ലാഹു ഇതിൻ്റെ എന്തെല്ലാം മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു സൂറ ജുമയിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിൻ്റെ ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്ന് ഇതാണ്: യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, അവരെ പരിശുദ്ധീകരിക്കുന്നതാണ്. വയുസക്കീഹിം അറബി ഭാഷയിലെ വാക്കാണ് സക്ക. അതിൻ്റെ അർത്ഥം, അതായത് അത് തത്ഹീർ എന്നുള്ള അർത്ഥമുണ്ട്, പരിശുദ്ധീകരിക്കുക, പരിശുദ്ധമാക്കുക. എന്തിനെങ്കിലും രണ്ട് രീതിയിലുള്ള തത്ഹീറാണുള്ളത്. ഒന്ന് ബാഹ്യമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ളത്. ഒന്ന് തത്ഹീറെ കൽബി നഫ്സി, അതായത് ആന്തരികമായിട്ടുള്ള പരിശുദ്ധീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് രീതിയിലുള്ള തത്ഹീറും പരിശുദ്ധീകരണം അത് സഹാബാക്കളിൽ വരുത്തുകയുണ്ടായി. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, യുസക്കീഹിം, നാം പരിശുദ്ധീകരണം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചലിക്കേണ്ടതായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, അപ്പോഴേ ഈ തത്ഹീർ, ഈ പരിശുദ്ധീകരണം സാധ്യമാവുകയുള്ളൂ. ഇതിനെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധീകരണം സാധ്യമാവുകയില്ല. നാം ഇതോടൊപ്പം തന്നെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉപദേശവും നാം ഇതിനോടൊപ്പം ചേർക്കുകയാണെങ്കിൽ, അവിടുന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ്റെ 700 കൽപ്പനകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കൽപ്പനയും അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ മോക്ഷത്തിൻ്റെ കവാടം സ്വന്തം തന്നിൽ മേൽ കൊട്ടിയടക്കുകയാണ് എന്ന്. ഇത് പരിശുദ്ധീകരണമാണ്. സ്വന്തം അടച്ചു കളയുകയാണെങ്കിൽ എങ്ങനെ പരിശുദ്ധീകരണം സാധ്യമാവുന്നതാണ്? അതിൽ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവന് ആ നിയമങ്ങളെ പിന്തുടരേണ്ടി വരും. നിങ്ങൾ നോക്കുക, ഈ പരിശുദ്ധീകരണത്തിൻ്റെ കാര്യമാണ് നാം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സയ്യിദുനാ മുസ്ലിം മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജോലി തന്നെയാണ് ഹുസൂറിന് നൽകിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുനരാവിർഭവമാണ് ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടുള്ള എല്ലാ ജോലികളും ഹദ്റത്ത് മുസ്ലിം മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഖലഫാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ കാലഘട്ടത്തിൽ, ഞാൻ വളരെ വിനീതമായിക്കൊണ്ട് എൻ്റെ ജമാഅത്തങ്ങളോടും കുട്ടികളോടും നമ്മുടെ യുവാക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നത്, സയ്യിദ്ന ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസ്റുല്ലാഹു നസ്റൻ അസീസ വിർച്വൽ മീറ്റിങ്ങുകളിൽ തത്ഹീറുകൾ ചെയ്യുന്നു, അത് പരിശുദ്ധീകരിക്കുന്നു. ആ പരിശുദ്ധീകരണത്തിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. ആ ഹൃദയ പരിശുദ്ധീകരണത്തിൻ്റെ വേണ്ടിയിട്ട് ആ ഉപദേശങ്ങൾ വളരെ അനിവാര്യമാണ്. അത് ചെറിയ കുട്ടികളോടുള്ള ചോദ്യങ്ങളുടെ ഉത്തരമായാലും മജ്‌ലിസ് ആമലുകളോടുള്ള കൂടിക്കാഴ്ചയായാലും എന്ത് ചോദ്യമായാലും സൂറത്തുൽ നിസാഇന് ഉത്തരം നൽകുന്നു. ആ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത്. വയുസക്കീഹിം എന്നുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. എല്ലാ ഖലീഫയും തൻ്റെ കാലഘട്ടത്തിൽ ആ ഹൃദയ പരിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസ്റുല്ലാഹു നസ്റൻ അസീസ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം നമുക്ക് ആവശ്യം ഇതാണ്, അതിനെ കാണുകയും കേൾക്കുകയും ആവശ്യമാണുള്ളത്. അതിനെ ഹൃദയത്തിൽ അതിനെ ഇറക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ സൂറത്ത് ഒരു വാക്ക് വരുന്നു, ഖന്നാസ് എന്ന്. യുവസ്വിസു, അവൻ എപ്പോഴും വസ്വസ ഉണ്ടാക്കുന്നു.
ഹൃദയത്തിൽ. ആ അവസാനത്തെ സൂറത്ത് അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഖന്നാസിൻ്റെ വസ്വസ പരിപൂർണമായിക്കൊണ്ട് യൂറോപ്പ് ദജ്ജാലി ഫിത്ന ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുമരുന്ന്, ആ വിഷം അതിനിറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് അത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളാണ്, വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഖന്നാസിൻ ഫിത്ന അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ അതുപോലെ മുസ്ലിം റസൂലി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഹൃദയ പരിശുദ്ധീകരണം നടന്നത്? അതുപോലെ മുസ്ലിം ഇസ്ലാം പറയുന്നു, അവിടുന്ന് ഒരു മൃഗതുല്യമായിട്ടുള്ള സമൂഹത്തെ മനുഷ്യരാക്കിയുണ്ടായി, മനുഷ്യരെ ദൈവികമായിട്ടുള്ള മനുഷ്യരാക്കിയുണ്ടായി. അവിടെ നിന്ന് തന്നെ ഒരു കവിതത്തിൽ പറയുകയുണ്ട്, അഹ്യൈത അംവാത്തൽ ഖുറൂനി ബിജൽവത്തിൻ മായതു യുമാസലു കബിഹാദ ഷാനി. നീ നൂറ്റാണ്ടുകളുടെ മൃദു ശരീരങ്ങളെ ഒരു നിമിഷം കൊണ്ട് അവർക്ക് ജീവൻ നൽകുകയുണ്ടായി. താരിഖുൽ ഖുബൂക വബദ്ദലു മിൻ സൗഖിഹി സൗഖദ്വായി ബിലൈലത്തിൽ അഹ്യാനി. 5 നേരവും മദ്യം കുടിക്കുന്ന ജനങ്ങൾ അവർ മദ്യം ഉപേക്ഷിക്കുകയുണ്ടായി, രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നവരായി തീരുകയുണ്ടായി. ഇതിൽ ഉപരി ഒരു ഹൃദയപരിശുദ്ധീകരണം എങ്ങനെയാണ് സാധ്യമാവുക? ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തത്ഹീറാണ്, ഹൃദയപരിശുദ്ധീകരണമാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തത്ഹീർ ഹൃദയപരിശുദ്ധീകരണത്തിൻ്റെ ചെയ്ത ആ ഒരു മാതൃക, അതിൻ്റെ ഒരു മാതൃക ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സഹാബി മിയാ മുഹമ്മദ് ദീൻ സാഹിബ് ഗുജറാത്തിലെ സഹാബിയായിരുന്നു. അവിടുന്ന് ആ സൗഭാഗ്യജനകമാണ് 313 സഹാബാക്കളിൽ അദ്ദേഹത്തിൻ്റെ നാമം ഉണ്ടായിരുന്നു. 313 ദർവേഷ്മാരുടെ എണ്ണിലും ആൾക്കാരിലും അവരുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ദൈവ നിഷേധികൾ അവരുടെ ലെക്ചറിൽ കേട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വളരെ വിദൂരപ്പെട്ടിരുന്നു. ഇസ്ലാമും അള്ളാഹുവും എന്താണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി അറിയാനും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഒരു വ്യക്തി പറയുകയുണ്ടായി, നിങ്ങൾ എത്ര ബുക്കുകൾ വായിക്കുന്നു? ഈ ബറാഹിൻ അഹമ്മദിയ ഇതും വായിക്കുക എന്ന്. ഞാൻ ആ പുസ്തകം വാങ്ങുകയുണ്ടായി. ബറാഹിൻ അഹമ്മദിയ വായിച്ചതിന് ശേഷം ഞാനതിനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ 90-ാം പേജിലെത്തുകയുണ്ടായി. എൻ്റെ ദൈവനിഷേധവും അത് നശിച്ചു പോവുകയുണ്ടായി, കത്തിച്ചാമ്പലാവുകയുണ്ടായി. 149-ാമത്തെ പേജ് എത്തുകയുണ്ടായി. അള്ളാഹുലേക്ക് ഞാൻ വലിക്കപ്പെടുകയുണ്ടായി. തണുപ്പിൻ്റെ ദിവസമായിരുന്നു, വെള്ളമുണ്ടായിരുന്നില്ല, വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തണുത്ത വെള്ളം ഒരു ഇതിലുണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ കുളിക്കുകയുണ്ടായി. എന്നിട്ട് ഞാൻ നമസ്കരിക്കുകയുണ്ടായി. അത് എന്ത് നമസ്കാരമായിരുന്നു എൻ്റെത്! അള്ളാഹുലേക്ക് എത്തുന്ന രീതിയിലുള്ള നമസ്കാരമായിരുന്നു അത്. അവിടുന്ന് പറയുന്നു, ഇത് ജീവൻ നൽകുന്ന പാനീയമാണ് എന്ന് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥം. യുസക്കീഹിം എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു പ്രവചനം ഹദ്റത്ത് മസീഹ് ഇസ്ലാം വന്നുകൊണ്ട് ചെയ്യുമെന്നുള്ളത് അതിങ്ങനെയാണ് ചെയ്തത്. വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നു. ഒരു ചോദ്യം വരികയുണ്ടായി, നമസ്കാരം അനുഷ്ഠിക്കാൻ സാധ്യമാകുന്നില്ല എന്ന്. വലിയൊരു മുസീബത്താണ്. ഇത് സംബന്ധമായിട്ട് ഹദ്റത്ത് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് കപൂർ തലവി പറയുന്നു, മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാവശ്യം ജലന്ധറിൽ താമസിക്കുകയായിരുന്നു. അവിടെ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടം. എൻ്റെ ഹൃദയത്തിൽ ചിന്ത വരികയുണ്ടായി, അള്ളാഹുവിൻ്റെ പരിശുദ്ധദാസർ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അവർക്ക്. എൻ്റെ ഹൃദയത്തിലുള്ള കാര്യം മുസ്ലിം ഇസ്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
മുസ്ലിം ഇസ്ലാം പ്രസംഗിച്ചുകൊണ്ട് മുൻഷി സാഹിബിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി. മുൻഷി സാഹിബ് തൻ്റെ ഹൃദയത്തിൽ വെച്ചുള്ള ചോദ്യം ഇതായിരുന്നു: ഞാൻ നമസ്കരിക്കുമ്പോൾ പല വസ്വസകളും എന്നെ ഉപദ്രവിക്കുന്നുവെന്ന്. ഇതിനെന്താണ് മാർഗം, രക്ഷ? മുസ്ലിം ഇസ്ലാം അദ്ദേഹത്തിൽ നോക്കുകയുണ്ടായി, നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. വീണ്ടും വീണ്ടും അത് ഓതുക, വീണ്ടും വീണ്ടും അത് ഓതുക. ആ വസ്വസകളെല്ലാം ദൂരീകരിക്കപ്പെടുന്നതാണെന്ന്. അപ്പോൾ ഇതാണ് യുസക്കീഹിം, ഹൃദയ പരിശുദ്ധീകരണം. ആ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ ദജ്ജാൽ പരത്തിയിരിക്കുന്ന ആ വസ്വസകൾ, അതിനെ ദൂരീകരിക്കുക എന്നുള്ള തത്ഹീർ. ഇന്ന് അഹ്മദി മുസ്ലിം ജമാഅത്തിൻ്റെ ശത്രുക്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഈ ഒരു ഹൃദയ പരിശുദ്ധീകരണം, ഈ ഒരു ജോലി, ഇത് വെറും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമും അവിടുത്തെ ഖുലഫാക്കളും മാത്രമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസും അയ്യല്ലാഹു തആല ബിൻ അസ്ൽ അസീസുമാണ് ഈ ഒരു ഹൃദയ പരിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന് അവിടുത്തെ ഉപദേശങ്ങളിൽ നിന്ന് ഉപകാരമെടുത്തുകൊണ്ട് ഇർഫാൻ ഇലാഹി കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് വാസുൽ ജസാ. അടുത്ത ചോദ്യം പ്രോഗ്രാമിലെ അത്താൽ മുജീബ് ലോൺ സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സയ്യിദ്നാ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അദ്ദേഹം പറയുകയുണ്ടായി, ഹാസിബു ഖബ്ല അൻ തുഹാസിബു, നിങ്ങൾ തങ്ങളുടെ കണക്കെടുത്തുകൊള്ളുക നിങ്ങളുടെ കണക്കെടുക്കുന്നതിന് മുന്നേ എന്ന്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഹൃദയ പരിശോധന, കർമ്മ പരിശോധനയെ സംബന്ധിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇർഫാനെ ഇലാഹിയെ സംബന്ധിച്ച് ഹൃദയ പരിശുദ്ധീകരണത്തിൻ്റെ സംബന്ധിച്ചും പറയുകയുണ്ടായി. അതിൽ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഇത് സംബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ്റെ അവൻ ഹൃദയ പരിശോധന, ആത്മപരിശോധന നടത്തുക എന്നുള്ളതും വളരെ അനിവാര്യമാണ്. എന്താണ് ആത്മപരിശോധന? അവൻ്റെ ഹൃദയത്തോട് അവന് ചോദിക്കണം, ഈ പരിശോധന എടുത്തുകൊണ്ടിരിക്കണം, അവൻ ഏത് മാർഗത്തിലാണ് ചലിക്കുന്നതെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കണം. അവൻ തിന്മകളാണോ ചെയ്യുന്നതാണ്, നന്മകളാണോ അവൻ ചെയ്യുന്നതാണെന്ന് അവൻ പരിശോധിക്കേണ്ടതാണ്. ഈ കാര്യത്തെയാണ് ആത്മപരിശോധനം എന്ന് പറയുന്നത്. എപ്പോഴും മനുഷ്യ അവനോട് തന്നെ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം, അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല പറയുന്നു, ഇത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി വന്നിരിക്കുന്നു. മുസ്ലിം റളിയല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് അൽ മുജാദിലയിലെ 7-ാമത്തെ ആയത്ത് പറയുന്നു, അള്ളാഹു പറയുന്നു, യൗമ യബൂസുമുല്ലാഹു ജമിഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു ഫനസുഹു. അള്ളാഹു അവരെ ഉയർത്തുമ്പോൾ വീണ്ടും അവർക്ക് വാർത്ത നൽകുന്നതാണ്, അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അഹ്സാഹുല്ലാ, അള്ളാഹു അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഫനസുഹു, പക്ഷേ അവർ ആ ഒരു പ്രവൃത്തികൾ അവർ മറന്നുപോയിട്ടുണ്ടാവും. ലോകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, തിന്മകൾ, അത് അവർ മറന്നുപോയിട്ടുണ്ടായിരിക്കും. അവർക്ക് പരിശോധന നടത്തേണ്ടതായിരുന്നു. പക്ഷെ അവർ അതിനെ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അള്ളാഹു അതിനെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ ഒരു ജനങ്ങൾ അവരങ്ങനെയായിരിക്കും. മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത് മനസ്സിലാവുന്നത് ഇതാണ്, നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ കണക്ക് നമുക്ക് എടുക്കേണ്ടതാണ്. നമ്മൾ സൽക്കർമ്മമാണോ ചെയ്യുന്നത്, ദുഷ്കർമ്മമാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. താങ്കളുടെ ചോദ്യത്തിലും പറഞ്ഞിരിക്കുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഹാസിബു ഖബ്ല അൻ തുഹാസിബു, ഹസിബു അൻഫുസഹും ഖബ്ല അൻ തുഹാസിബു, തങ്ങളുടെ നഫ്സുകളെ അതിൻ്റെ കണക്കെടുക്കുക. നിങ്ങളുടെ കണക്ക് ഖിയാമത്തിൻ്റെ ദിവസം നിങ്ങളുടെ കണക്കെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ കണക്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കണക്ക്, നമ്മുടെ ആത്മപരിശോധന എടുക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ മാർഗം, എങ്ങനെയാണ് ആത്മപരിശോധന നടത്തേണ്ടത് എന്ന് മുസ്ലിം റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ആത്മപരിശോധന നടത്തേണ്ടത് പറയുന്നു. ചില കാര്യങ്ങൾ ജനങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ശരിയായ രീതിയിൽ ആത്മപരിശോധന നടത്തുന്നില്ല. 2 അടിസ്ഥാനപരമായ കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അതായത് ഒരു കർമ്മത്തിനെ പറ്റി മാത്രം ചെയ്യുന്ന ചില ആത്മപരിശോധനയുണ്ട്.
അതായത് അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അത് ശരിയാണോ തെറ്റാണോ ചിന്തിക്കണം. പിന്നെ എല്ലാ അവൻ്റെ കർമ്മങ്ങളെയും എല്ലാം അതിനെടുത്തുകൊണ്ട് അവൻ ചിന്തിക്കേണ്ടതാണ് അവൻ ചെയ്യുന്നത്, അവൻ്റെ പ്രവൃത്തി അത് ശരിയാണോ അല്ലെന്ന്. അപ്പോൾ അതായത് ഓരോ കർമ്മത്തിനെയും പറ്റിയും എടുക്കുന്ന ആ ഒരു ആത്മപരിശോധന, അതിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അവൻ പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതാണ്, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതിൻ്റെ ഉദ്ദേശം എന്താണ്. അവൻ സ്വന്തം നഫ്സിനോട് ചോദിക്കുക. അവൻ തിന്മയാണ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് അവൻ അപഹരിക്കുകയാണ്, കളവ് ചെയ്യുകയാണ്, ഞാൻ എന്തിനാണ് കളവ് ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കേണ്ടതാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവൻ നഫ്സിന് ഉത്തരം നൽകുന്നതാണ് സമ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ നഫ്സിനോട് പറയുന്നത് സമ്പത്ത് കരസ്ഥമാക്കുന്ന ഇതേ മാർഗമാണോ ഉള്ളത്, ഇത് നാജായിസായിട്ടുള്ളതാണ്, അതായത് തിന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള മാർഗമാണ്. അപ്പോൾ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് അവൻ നഫ്സിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടം ഇതാണ്, അവൻ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പരിശോധന നടത്തേണ്ടതാണ്. ഞാൻ ചെയ്യുന്ന ഒരു ജോലി, ഈ ചെയ്യുന്ന ജോലി അത് ശരിയാണോ, അതിൻ്റെ മാർഗം ശരിയാണോ? ചില സമയങ്ങളിൽ നല്ല പ്രവൃത്തിയായിരിക്കും, പക്ഷെ അതിൻ്റെ മാർഗം തെറ്റായിരിക്കും. അവൻ ഈ ഒരു ചോദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ്റെ നഫ്സ് അവനോട് പറയുന്നതാണ് തെറ്റാണ് എന്നത്. മൂന്നാമത്തെ ഘട്ടം ഇതാണ്, ആ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം അവൻ നഫ്സിനോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്ത പ്രവൃത്തി ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ഇതിൻ്റെ ഫലം തിന്മയാണെങ്കിൽ, ഇതിൻ്റെ ഫലമായിക്കൊണ്ട് അഹങ്കാരം അവനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അള്ളാഹുവിന് വേണ്ടിയല്ല, അത് തിന്മയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവൻ്റെ നഫ്സ് തന്നെ അവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് തെറ്റാണെന്ന്. നല്ല പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ ഫലം അത് തിന്മയാണെങ്കിൽ, അഹങ്കാരമാണെങ്കിൽ അത് തിന്മയാണ്. അവൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളിമയും താഴ്മയും അവനിലുണ്ടാവുകയാണെങ്കിൽ അത് നന്മയാണ്. അപ്പോൾ അവൻ്റെ നഫ്സവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. പിന്നെ പരിപൂർണ്ണം എല്ലാ കർമ്മങ്ങളെ പറ്റിയും ഒരു ആത്മപരിശോധന വേണം. അതായത് ഈ ഒരു ദിവസം ഞാൻ എന്തെല്ലാം ജോലികളാണ് ചെയ്തത്, ഞാൻ എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്തത്, സൽക്കർമ്മങ്ങളാണോ മോശമായിട്ടുള്ള കർമ്മങ്ങളാണോ, ജനങ്ങളോട് എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതല്ല, ഉസൂർ വളരെ എളുപ്പമായിട്ടുള്ള മാർഗം പറഞ്ഞിരിക്കുന്നു, നമുക്കെല്ലാവർക്കും അത് സ്വീകരിക്കേണ്ടതാണ്. വളരെ എളുപ്പമായിട്ടുള്ള മാർഗം ആത്മപരിശോധനയുടെ ഇതാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുക. മനുഷ്യൻ വിശുദ്ധ ഖുർആൻ സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ അതിൽ മാർക്ക് ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുകളിൽ കാർപ്പ് ചെയ്യുക, അള്ളാഹു എന്തിനാണ് തടഞ്ഞിരിക്കുന്നത് അതിൽ മാർക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്നുണ്ടോ ഇത്, അല്ലെങ്കിൽ ഈ തിന്മകൾ എന്നിൽ നിന്ന് ചെയ്യപ്പെടുന്നുണ്ടോ, ഞാൻ അതിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക, സൽക്കർമ്മങ്ങൾ അത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ ചിന്തിക്കുക. ഹുസൂർ തിരുമനസ് പറയുന്നു, ഈ ഒരു വിശുദ്ധ ഖുർആൻ സ്ഥിരമായിട്ട് വായിക്കുക എന്നുള്ളത് ആത്മീയപരമായിട്ട് മനുഷ്യന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുയുടെ കൽപ്പനകളെയും അതുപോലെ തന്നെ അള്ളാഹു മാറി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയും അതിൽ മാർക്ക് ചെയ്യുകയും അതിനെപ്പറ്റി പരിശോധിക്കുകയും ചെയ്യുക. ജസാക്കുമുല്ലാഹ് വാസ്ൽ ജസാം. പ്രിയ പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അത് വായിച്ചു കേൾപ്പിക്കുന്നതാണ്. മുസ്ലിം ഇസ്ലാം പറയുന്നു, അള്ളാഹുവുമായിട്ട് എങ്ങനെയുള്ള ദൃഢമായിട്ടുള്ള ബന്ധമാണോ ഉണ്ടാക്കേണ്ടതെന്നാൽ അവൻ ലോകം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ജനങ്ങൾ അവർ ദൈവനിഷേധികളാകുകയും ദീനിൻ്റെ കാര്യത്തിൽ നിന്ന് ദൂരപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ മാർഗം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇത് മാത്രമാണ്, അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാരിഫത്ത് കൂടുതൽ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സത്യവാന്മാരുടെ സഹവാസം നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ സത്യവാന്മാരുടെ സഹവാസം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ വയ്ക്കുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുവാദം നൽകിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
لو تمہیں طور تسلی کا بتایا ہم نے، آؤ لوگوں کہ یہی نور خدا پاؤ گے، لو تمہیں طور تسلی کا بتایا